Guys, welcome back to Physics Wala. NCERT എങ്ങനെ റിവൈസ് ചെയ്യും? 2027 നീറ്റ് എക്സാം എഴുതാൻ പോകുന്ന ഓരോ കുട്ടികൾക്കുമുള്ള ഒരു പ്രധാന സംശയമാണ് NCERT റിവിഷൻസ് എങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകും. ഫിസിക്സിനും കെമിസ്ട്രിക്കും ബയോളജിക്കും ഒക്കെ ഒരുപോലെ തന്നെ NCERT റിവൈസ് ചെയ്ത് പോയാൽ മതിയോ? സോ ഇങ്ങനെയുള്ള കൺഫ്യൂഷൻസ് കൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്കുള്ള വീഡിയോ ആണിത്. നമ്മളിവിടെ ഫിസിക്സിനും കെമിസ്ട്രിക്കും ബയോളജിക്കും നിങ്ങൾ ഏത് രീതിയിലുള്ള അപ്രോച്ചാണ് പ്രിപ്പറേഷൻസിന് NCERT പ്രിപ്പറേഷന് മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടത് എന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഫിസിക്സ് ആണ്. ഫിസിക്സിന്റെ കേസിൽ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ പോയിട്ട് ഒരിക്കലും NCERT പോയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പാടില്ല. NCERT നിങ്ങൾ റിവൈസ് ചെയ്യാൻ വേണ്ടി പാടില്ല. നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ നിങ്ങളുടെ ലെക്ചേഴ്സ് എടുക്കുക. നിങ്ങളുടെ ക്ലാസ് ലെക്ചേഴ്സ് എന്താണോ ആ ലെക്ചേഴ്സ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ക്ലാസ് ലെക്ചേഴ്സ് ഫോളോ ചെയ്തതിന് ശേഷം ആ ക്ലാസ് ലെക്ചേഴ്സ് വെച്ചുകൊണ്ട് നോട്ട്സ് ഉണ്ടാക്കുക. ഈ നോട്ട്സ് ഉണ്ടാക്കി നിങ്ങൾ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്യുക. പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും അതുപോലെ തന്നെ നമ്മളുടെ ഡെയിലി പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇതൊക്കെ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ NCERTയിലേക്ക് കടക്കാൻ വേണ്ടി പാടുള്ളൂ. സോ ഫിസിക്സിന്റെ കേസിൽ നിങ്ങളുടെ പ്ലാൻ എന്ന് പറയുന്നത് ഫസ്റ്റ് നിങ്ങൾ കോൺസെപ്റ്റുകൾ സെറ്റാക്കി എടുക്കുക എന്നുള്ളതാണ്. സോ ആ കോൺസെപ്റ്റ് സെറ്റാക്കാൻ നിങ്ങളുടെ നോട്ട്സും അതുപോലെ തന്നെ ലെക്ചേഴ്സും മതിയാവും. അത് ഓൺലൈൻ ആകാം ഓഫ്ലൈനും ആകാം. അതിനുശേഷം നിങ്ങൾ MCQ അതായത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ സോൾവ് ചെയ്യണം. അതുപോലെ തന്നെ DPP ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഒക്കെ സോൾവ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ആ ചാപ്റ്റർ സെറ്റായി ആ ചാപ്റ്ററിനകത്തുള്ള കോൺസെപ്റ്റുകളൊക്കെ സെറ്റായി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നമ്മൾ NCERTയിലേക്ക് കടക്കാം. അവിടെ ശ്രദ്ധിക്കണം, നമ്മൾ ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും അവിടെ പോയിന്റ്സ് ടു പോണ്ടർ എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്, സമ്മറി ഉണ്ട്, അതുപോലെ തന്നെ എക്സൈസ് ക്വസ്റ്റ്യൻസും ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യൻസും ഉണ്ട്. ഇതിൽ ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് വളരെ നിർബന്ധമായിട്ട് നമ്മൾ ചെയ്തു പോകേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ സമ്മറിയും നമ്മളുടെ പോയിന്റ്സ് ടു പോണ്ടറും ഇമ്പോർട്ടന്റ് ആണ്. എക്സൈസ് ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്യുക, ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക. ഇതൊക്കെ നിങ്ങൾ ആ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ശേഷം തന്നെ ചെയ്യണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾ ഒരു 2-3 ചാപ്റ്ററിലെ കോൺസെപ്റ്റുകളും ക്വസ്റ്റ്യൻസും സെറ്റാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഒരു ദിവസം വേണമെങ്കിൽ അല്ലെങ്കിൽ ഒരു പകുതി ദിവസം വേണമെങ്കിൽ 1-2 ചാപ്റ്റർ റിവൈസ് ചെയ്യാൻ വേണ്ടി NCERT റിവൈസ് ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കാം. ഇതിന്റെ കേസിൽ ഫിസിക്സിന്റെ കേസിൽ ക്ലിയർ അല്ലേ? ഓക്കെ ആണ്. ഇനി നമ്മൾ കെമിസ്ട്രിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കാം. കെമിസ്ട്രിയുടെ കേസിൽ നമ്മൾ ഫിസിക്കൽ കെമിസ്ട്രിയിൽ ഫിസിക്സിന് ഉപയോഗിച്ച ഒരു അപ്രോച്ച് ഇല്ലേ, അതേ അപ്രോച്ച് തന്നെ ഫോളോ ചെയ്യാം. നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ? നമ്മൾ ആദ്യം കോൺസെപ്റ്റുകൾ സെറ്റാക്കണം. ഓക്കെ, കോൺസെപ്റ്റുകൾ സെറ്റാക്കിയതിന് ശേഷം നോട്ട്സ് ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ? നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. അതെങ്ങനെയുള്ള ക്വസ്റ്റ്യൻസാ? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യണം, അതുപോലെ തന്നെ DPP ക്വസ്റ്റ്യൻസ് ചെയ്യണം, അതുപോലെ മറ്റ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും നമ്മൾ സോൾവ് ചെയ്യണം. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? ഫിസിക്കൽ കെമിസ്ട്രിയുടെ കേസിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുക. ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ? നിങ്ങൾ കണ്ടമാനം ഹൈലൈറ്റ് ചെയ്ത് വെക്കരുത്. നിങ്ങൾക്ക് മനസ്സിലാകാത്ത അല്ലെങ്കിൽ ഡൗട്ടുള്ള പോർഷൻസ് നോട്ട് ചെയ്ത് വെക്കാം. അതുപോലെ മറന്നു പോകുന്നുണ്ട് എന്ന് തോന്നുന്ന കോൺസെപ്റ്റുകളൊക്കെ ഉള്ള പോർഷൻസ് നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം. റെഡി അല്ലേ? നോക്കണേ, ഈ ഫിസിക്സിന്റെ കേസിൽ നിങ്ങൾ ഒരൊറ്റ പ്രാവശ്യം NCERT റിവൈസ് ചെയ്യേണ്ടതുള്ളൂ. കെമിസ്ട്രിയുടെ കേസിൽ ഫിസിക്കൽ കെമിസ്ട്രിയുടെ കേസിലും ഒരൊറ്റ പ്രാവശ്യം നിങ്ങൾക്ക് NCERT റിവൈസ് ചെയ്തു പോകാം. ഇനി ഇനോർഗാനിക് കെമിസ്ട്രിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ അവിടെ NCERT ആയിരിക്കണം കംപ്ലീറ്റ് ഫോക്കസും കൊടുക്കേണ്ടത്. സോ ലൈൻ ബൈ ലൈന് തന്നെ നമ്മൾ ഇനോർഗാനിക് കെമിസ്ട്രിയുടെ കേസിൽ ഡിസ്കസ് ചെയ്ത് പഠിച്ച് റിവൈസ് ചെയ്തു പോകണം. കാരണം അവിടെ ഒരുപാട് എക്സെപ്ഷണൽ കേസുകളും അതുപോലെ തന്നെ എക്സാമ്പിൾസും ഒക്കെ ഉണ്ട്. അതൊന്നും ഒരു കാരണവശാലും മറക്കരുത്. ഓക്കെ, ഇനി ഓർഗാനിക് കെമിസ്ട്രിയുടെ കേസിലും നമ്മൾ NCERT ഫോക്കസ് ചെയ്തുകൊണ്ട് റിയാക്ഷൻസും റിയാക്ഷൻ മെക്കാനിസം ഒക്കെ അനലൈസ് ചെയ്തുകൊണ്ട് ചെയ്യണം, NCERT ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിച്ചു പോകണം. ഓക്കെ, അപ്പൊ ഇവിടെ ഇനോർഗാനിക് ഓർഗാനിക് കെമിസ്ട്രിയിൽ കുറച്ചുകൂടെ NCERTക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഫിസിക്കൽ കെമിസ്ട്രിയുടെ കേസിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത്രത്തോളം NCERTക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. നമ്മൾ മാക്സിമം ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തുകൊണ്ട് നമ്മളുടെ നമ്മളുടെ കോൺസെപ്റ്റ് ഒന്നുകൂടെ ബ്രോഡർ ആക്കി എടുക്കാം. കോൺസെപ്റ്റ്സ് ഒന്നുകൂടെ സ്ട്രോങ്ങർ ആക്കി മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും. റെഡി അല്ലേ? ഓക്കെ ആണ്. സോ ഇതാണ് നമ്മൾ കെമിസ്ട്രിയുടെ കേസിൽ ഫോളോ ചെയ്യേണ്ട കാര്യം. ഇനി ബയോളജിയിലേക്ക് വരികയാണെങ്കിൽ ഞാൻ പറയും, നിങ്ങളുടെ ബൈബിൾ ഇല്ലേ, നിങ്ങളുടെ ബൈബിൾ എന്ന് പറയുന്നത് അത് NCERT ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കണം. കാരണം NCERT വിട്ടൊരു പരിപാടിക്ക് നിങ്ങൾ നിൽക്കരുത് ബയോളജിയുടെ കേസിൽ. സോ ലൈൻ ബൈ ലൈൻ എന്ന് ഞാൻ പറയില്ല. ഞാൻ അവിടെ ലൈൻ ബൈ ലൈൻ എന്നതിനേക്കാളും ഞാൻ പറഞ്ഞു വെക്കും, നിങ്ങൾ വേർഡ് ബൈ വേർഡ് പഠിക്കണം. നിങ്ങൾ വേർഡ് ബൈ വേർഡ് NCERT റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കണം. അതും ഒരൊറ്റ പ്രാവശ്യം വായിച്ചിട്ട് പോകുന്ന പരിപാടിയല്ല. നമ്മൾ ഓരോ റെഗുലർ ഇന്റർവെൽസിൽ നമ്മൾ റിവൈസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. സോ
നമ്മളുടെ ഫിസിക്സ് കെമിസ്ട്രി പോലെയല്ല ബയോളജി. നിങ്ങൾ റെഗുലർ ഇന്റർവെല്ലുകളിൽ അത് റിവൈസ് ചെയ്യുന്നുണ്ട്, റിവിഷൻ നടത്തുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തുക. അങ്ങനെ NCERT റിവൈസ് ചെയ്ത് പഠിച്ച് സെറ്റാക്കിയതിന് ശേഷമാണ് നിങ്ങൾ MCQ ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത്. അപ്പോൾ കെമിസ്ട്രിയുടെയും ഫിസിക്സിന്റെയും കേസ് അല്ല നമ്മുടെ ബയോളജിയുടെ കേസ്. ബയോളജിയിൽ നമുക്ക് അതിനുശേഷം MCQവും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഒക്കെ സോൾവ് ചെയ്യാം. സോ കോൺസെപ്റ്റുകളും അവിടെയുള്ള കണ്ടന്റും നമ്മൾ സെറ്റാക്കിയതിന് ശേഷം ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. റെഡിയല്ലേ? ഇനി നിങ്ങൾ NCERTയുടെ കേസിൽ തിയറി മാത്രം വായിച്ചു പോകരുത്, നമ്മൾ അവിടെ സമ്മറി വായിക്കണം. അതുപോലെ തന്നെ NCERTക്കകത്തുള്ള ഡയഗ്രംസ് ഒക്കെ ശരിക്കും മനസ്സിലാക്കണം. അതുപോലെ തന്നെ എക്സാംപ്ലർ ക്വസ്റ്റ്യൻസും ചെയ്യണം. ഇപ്പോൾ NCERTയുടെ കേസ് പറയുകയാണെങ്കിൽ ഈ സമ്മറി ഒക്കെ അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. മക്കളെ ഒരു കാര്യം പറയാം, ഇപ്പോൾ നമ്മളുടെ NCERT ടെക്സ്റ്റ് ബുക്കില്ലേ, ഈ NCERT ടെക്സ്റ്റ് ബുക്കിന് നിങ്ങൾ പഠിക്കുന്ന ആ കോണ്ടന്റില്ലേ, ആ കോണ്ടന്റിൽ ഇല്ലാത്ത ചില വാക്കുകൾ വരെ നമ്മളുടെ സമ്മറിയിലുണ്ട്. സോ സമ്മറിയിൽ നിന്നും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. സോ സമ്മറിയിൽ ചില വാക്കുകളൊന്നും ചിലപ്പോൾ ടെക്സ്റ്റിനകത്ത് ഉണ്ടാവണമെന്നില്ല. സോ സമ്മറിയിൽ ചിലപ്പോൾ സ്പൂളിംഗ് എന്നൊക്കെ പറയുന്ന വാക്കൊന്നും ടെക്സ്റ്റിലെ ചാപ്റ്ററിനകത്തൊന്നും ഡിസ്കസ് ചെയ്യുന്നില്ല, അത് സമ്മറിയിൽ മാത്രമേ പറയുന്നുള്ളൂ. സോ ആ സ്പൂളിംഗ് എന്ന് പറയുന്ന വാക്കൊക്കെ നിങ്ങൾ കേൾക്കണമെങ്കിൽ, ആ ടേം നിങ്ങൾക്ക് കാണണമെങ്കിൽ തന്നെ നിങ്ങൾ സമ്മറി വായിക്കണം. സമ്മറി കണ്ടില്ലെങ്കിൽ ആ സ്പൂളിംഗ് എന്ന് പറയുന്ന വാക്ക് പോലും നിങ്ങൾ കേട്ടിട്ടുണ്ടാകില്ല, ആ ടോപ്പിക്ക് നിങ്ങൾക്ക് വിട്ടുപോകും. സോ NCERT ഈസ് ദ ബൈബിൾ ഇൻ ദ കേസ് ഓഫ് ബയോളജി. ബയോളജിയുടെ കേസിൽ നമ്മൾ അതുകൊണ്ട് തന്നെ തിയറിയും സമ്മറിയും ഡയഗ്രംസും ഒക്കെ NCERT ഫോളോ ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ടേക്ക് പോകണം. അതിനുശേഷം നമുക്ക് റിവിഷൻ നടത്താം. ക്ലിയർ അല്ലേ? സെറ്റാണ്, റെഡിയാണ്. സോ ഫിസിക്സിന്റെ കേസ് പറയുകയാണെങ്കിൽ ഫിസിക്സിന്റെ കേസിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് കാണുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സോ ആ ചാപ്റ്റർ പഠിച്ച് നിങ്ങൾക്ക് അവിടെയുള്ള ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം, ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. അതുപോലെ തന്നെ സമ്മറിയും പോയിന്റ്സ് പോയിന്ററും വായിച്ച് നോക്കാം എപ്പോഴും ഇതിന് ശേഷം മാത്രം. ഓക്കെ, കെമിസ്ട്രിയുടെ കേസിൽ ഞാൻ പറഞ്ഞു ഇനോർഗാനിക് ഓർഗാനിക് കെമിസ്ട്രി നമ്മൾ NCERT സ്ട്രെസ് ചെയ്തുകൊണ്ട് പഠിക്കാം. ഫിസിക്കൽ കെമിസ്ട്രി ഫിസിക്സിന്റെ അതേ അപ്രോച്ച് തന്നെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഇനി ബയോളജിയുടെയും ഇനോർഗാനിക്കിന്റെയും ഓർഗാനിക്കിന്റെയും കേസിൽ എങ്ങനെ പഠിക്കണം, ഏത് അപ്രോച്ച് ഫോളോ ചെയ്യണം എന്ന് ഡൗട്ട് അടിച്ചിരിക്കുന്ന ആളുകളാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഹൈലൈറ്റേഴ്സ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഓക്കെ, ഒരു ചാപ്റ്റർ, അതായത് ഒരു ഇനോർഗാനിക് കെമിസ്ട്രിയോ അല്ലെങ്കിൽ ബയോളജിയോ നിങ്ങൾ ആദ്യമായിട്ട് വായിക്കുകയാണെങ്കിൽ നിങ്ങൾ അപ്പോൾ ഹൈലൈറ്റർ കയ്യിൽ വെക്കരുത്. കാരണം നമ്മൾ അറിയാത്ത കാര്യങ്ങളാണ് മൊത്തം ഉണ്ടാവുക, മൊത്തം നമ്മൾ ഹൈലൈറ്റ് ചെയ്തു പോകും. സോ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. അപ്പോൾ എപ്പോഴാണ് ഹൈലൈറ്റർ ഉപയോഗിക്കേണ്ടത്? നമ്മൾ ഒരു പ്രാവശ്യം കോൺസെപ്റ്റുകൾ പഠിച്ചു, അതിനുശേഷം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്തു, അതുപോലെ തന്നെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും ചെയ്തു, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ചെയ്തു, DPP പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും ചെയ്തു. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും റിവിഷൻ നടത്തില്ലേ? റിവിഷൻ നടത്തും. ആ റിവിഷൻ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഹൈലൈറ്റർ ഉപയോഗിച്ചുകൊണ്ട് മറന്നു പോകുന്ന കോൺസെപ്റ്റുകൾ ഹൈലൈറ്റ് ചെയ്യാം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേമുകൾ ഹൈലൈറ്റ് ചെയ്യാം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് വരുന്നുണ്ടെങ്കിൽ അത് ഹൈലൈറ്റ് ചെയ്യാം. ശ്രദ്ധിക്കുക, അതിൻ്റെ കൂടെ തന്നെ സ്റ്റിക്കി നോട്ടുകൾ ഉപയോഗപ്പെടുത്താം. സോ ഈ സ്റ്റിക്കി നോട്ടുകൾ ഉപയോഗപ്പെടുത്തുന്നതുകൊണ്ടുള്ള ഗുണം എന്താ? നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിന്റെ സൈഡിൽ തന്നെ പല കളറിലുള്ള സ്റ്റിക്കി നോട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് മറന്നുപോകുന്ന കോൺസെപ്റ്റുകളും മറന്നുപോകുന്ന ഇക്വേഷൻസും മറന്നുപോകുന്ന ഡയഗ്രംസും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവിടെ വരച്ചും എഴുതിയും റെപ്രസെന്റ് ചെയ്തു വെക്കാം. ഓക്കെ അല്ലേ? സോ സ്റ്റിക്കി നോട്ടുകൾ സൈഡിൽ തന്നെ എഴുതുകയാണെങ്കിൽ നമുക്ക് റിവിഷൻ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. കാര്യം നമ്മൾ ആ പേജ് മൊത്തം വായിക്കേണ്ടതില്ല. നമ്മുടെ സ്റ്റിക്കി നോട്ടിൽ എന്താണോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അത് മാത്രം വായിച്ച് മുന്നോട്ടേക്ക് റിവിഷൻ നടത്തി പോകാൻ പറ്റും. റെഡിയല്ലേ? സോ നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ ഒരു പ്രാവശ്യം വായിക്കുന്നത് കൊണ്ട് അടുത്ത പ്രാവശ്യം വായിക്കുമ്പോഴുണ്ടാകുന്ന ആ ടൈമില്ലേ അത് കുറക്കാനുള്ള പരിപാടി ആയിരിക്കണം നമ്മൾ ചെയ്തു വെക്കേണ്ടത്. സോ ഹൈലൈറ്റർ കണ്ടമാനം ഉപയോഗിക്കരുത്, നോക്കിക്കൊണ്ട് മാത്രം ഉപയോഗിക്കാം. ഹൈലൈറ്ററിന്റെ കേസ് തന്നെ ഒരു 3 കളേഴ്സ് ഉപയോഗിക്കാം. അതിൽ ഒരു കളർ, 1 കളർ, നിങ്ങൾ ഒരു കളർ എന്ത് ചെയ്യാന്നറിയോ? ഒരു കളർ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമിന് വേണ്ടി അല്ലെങ്കിൽ ടേമുകൾ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. അടുത്ത കളർ, സെക്കൻഡ് കളർ, രണ്ടാമത്തെ കളർ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയഗ്രംസ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗപ്പെടുത്താം. ഇനി മൂന്നാമത്തെ കളറോ എന്തെങ്കിലും ഇക്വേഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ലൈനുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും കോൺസെപ്റ്റുകളോ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് മൂന്നാമത്തെ കളർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, സോ ഒരു പാറ്റേൺ നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്തു പോകണം. ആ പാറ്റേൺ എന്തിനാ ഫോളോ ചെയ്യുന്നത്? അടുത്ത പ്രാവശ്യം റിവൈസ് ചെയ്യുമ്പോൾ അത് എളുപ്പമാവണം. സോ ഫിസിക്സ് കെമിസ്ട്രിയുടെ കേസിൽ, ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയുടെ കേസിൽ നമുക്ക് ഇത്തരത്തിലൊരു സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ട് NCERT കൃത്യമായി റിവൈസ് ചെയ്തുകൊണ്ട് നല്ലൊരു നീറ്റ് സ്കോറിലേക്ക് എത്താൻ വേണ്ടി കഴിയും. താങ്ക് യു.